തിരുവനന്തപുരം കാരക്കാമണ്ഡപത്ത് വീട്ടിൽ പ്രസവമെടുക്കുന്നതിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ യുവതിയെ ചികിത്സിച്ചയാൾ കസ്റ്റഡിയിൽ. പാലക്കാട് സ്വദേശി ഷമീറ ബീവിയും 36 വയസ്സ് കുഞ്ഞുമാണ് മരിച്ചത്. ഷമീറക്ക് അക്യുപഞ്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീനാണ് പോലീസ് കസ്റ്റഡിയിലായത്. എറണാകുളത്ത് നിന്ന് നേമം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. വെഞ്ഞാറമൂടിലാണ് ഷിഹാബുദ്ദീൻ ചികിത്സാ കേന്ദ്രം. അക്യുപഞ്ചറിന്റെ മറവിൽ ഇയാൾ വ്യാജ ചികിത്സ നൽകുകയാണെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രമേഹം മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഇതിന്മേൽ പോലീസും ആരോഗ്യവകുപ്പും തുടർ നടപടി സ്വീകരിക്കുന്നില്ല. ഷമീറയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിന് ഭർത്താവ് പൂന്തൂറ പുള്ളിത്തെരുവിൽ നയാസ് 47 വയസ്സിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഭാര്യയ്ക്ക് അക്യുപഞ്ചർ ചികിത്സയാണ് നൽകിയതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. സംഭവ സമയത്ത് നയാസിന്റെ ആദ്യ ഭാര്യയും മകളുമാണ് ഷമീറക്ക് ഒപ്പമുണ്ടായിരുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഈ മകൾ അക്യുപഞ്ചർ ചികിത്സ പഠിക്കുന്നുണ്ടെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രി വി ശിവൻകുട്ടിയും ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞത്. ചികിത്സ ലഭ്യമാകാത്തതിനെ തുടർന്നാണ് ഷമീറയും കുഞ്ഞും മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതായും പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം അക്യുപഞ്ചർ ചികിത്സ നടത്തിയ ഷിഹാബുദ്ദീനെയും മരിച്ച യുവതിയുടെ ഭർത്താവിനെയും ഒരുമിച്ച് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഷിഹാബുദ്ദീന് നേരെ യുവതിയുടെ ഭർത്താവ് പാഞ്ഞെടുത്തു. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് ഭർത്താവിനെ പിടിച്ചു മാറ്റുകയായിരുന്നു. ഇതിനുശേഷം ഷിഹാബുദ്ദീനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും തിരിച്ചെത്തിക്കുകയും ചെയ്തു. മറ്റു നടപടികൾ പൂർത്തിയാക്കി ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് വിവരം. കാരക്കാമണ്ഡപത്തിൽ വീട്ടിൽ പ്രസവമെടുക്കുന്നതിനിടെയാണ് അമ്മയും കുഞ്ഞും മരിച്ചത്. മതിയായ ചികിത്സ ലഭ്യമാകാത്തതിനെ തുടർന്നാണ് ഷമീറയും കുഞ്ഞും മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതായി പോലീസ് വ്യക്തമാക്കി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.